സ്വയംവര പന്തലിന്റെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നന്ദിനിയുടെ ഫ്രണ്ടിന് ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി നീ ഒരു സഹായം ചെയ്യോ? എന്താ മോളെ, എന്താ കാര്യം? നിനക്കവിടെ സുഖമല്ലേ? ആ, ഇങ്ങനെ പോകുന്നു. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയരുതെന്ന്. സുഖാണോന്ന് ചോദിച്ചാല് സുഖമായിരിക്കുന്നു എന്ന് പറയണം. എന്നാലല്ലേ കേൾക്കുന്നവർക്ക് അതൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ആ ചേച്ചി, ഞാൻ സുഖമായിരിക്കുന്നു. ചേച്ചി, എനിക്കൊരു ഉപകാരം ചെയ്യോ? പറ മോളെ, എന്താ കാര്യം? നാളെ അമ്മയുടെ ഓർമ്മ ദിവസാ. എല്ലാ തവണയും ഞാൻ അവിടെ നാട്ടിലായിരിക്കില്ലേ, ഇന്നിപ്പോ ഞാൻ ഇവിടെയല്ലേ. അതിനിപ്പോ എന്താ മോളെ, മോൾക്ക് നാട്ടിലോട്ട് പോണോ? അതല്ല ചേച്ചി, എനിക്ക് ചേച്ചിയുടെ വീട്ടില് ആ ചടങ്ങ് ചെയ്യാന് ഒരു കാര്യം ചെയ്തു തരുമോ? ആ മോളെ, അതിനെന്താ മോള് പറ. എനിക്ക് ഒരു 3 സുമംഗലിക്ക് സാരി കൊടുക്കണം. അതിനായിട്ടൊരു 3 പേരെയും അതുപോലെ ഒരു 3 സാരിയും ചേച്ചി വാങ്ങിക്കണം. പൈസ ഞാൻ ചേച്ചിക്ക് അയച്ചു തരാം. അതിനെന്താ മോളെ, എന്നാ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഞാനത് ചെയ്തോട്ടെ. ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നതല്ലേ, അതുകൊണ്ടാ. അത് സന്തോഷമല്ലേ ഉള്ളൂ. എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്യോ, ഇവിടുത്തെ സാറിനോട് ഒന്ന് വിളിച്ചു പറയോ? ഞാൻ പറഞ്ഞിട്ടാ വരിക, എന്നാലും ഒന്ന് വിളിച്ചു പറയോ? ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അതിനുശേഷം നന്ദിനി വിളിക്കുന്നത് മുത്തശ്ശിയെ ആയിരിക്കും. മുത്തശ്ശി നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, മോളെ സുഖമല്ലേ നിനക്ക്? അതേ മുത്തശ്ശി, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അച്ഛൻ എവിടെയാ? അവനിപ്പോ പുറത്തോട്ട് പോയിരിക്കുക. നാളത്തെ ദിവസത്തെ പ്രത്യേകത മോൾക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ഞാനത് മറക്കുവോ? നാളെ അമ്മയുടെ ഓർമ്മ ദിവസമല്ലേ. ഞാനിവിടെ എല്ലാം ചെയ്യുന്നുണ്ട് മോളെ. എന്നാലും ഞാനും അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അനിയത്തിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. മോളെ, നീ നല്ല പഠിക്കുന്നില്ലേ? ആ ചേച്ചി നല്ല പഠിക്കുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് മാത്രം എനിക്കെന്തോ. ഇംഗ്ലീഷിനായിട്ട് നമുക്കൊരു ട്യൂഷൻ ഏൽപ്പിക്കാം. മോള് നന്നായിട്ട് പഠിക്കണം. ഇവിടെയൊക്കെ പഠിപ്പുള്ള കുട്ടികൾ എത്രയാണെന്നറിയോ? മോള് ഉഴപ്പി നടക്കല്ലേ, നല്ല പോലെ പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിക്കണേ എന്നൊക്കെ പറയുന്നു. ശരി ചേച്ചി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീടായിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാനായിട്ട് നന്ദിനി പോകുന്നു. സർ, ഞാനൊരു കാര്യം പറയാനായിട്ട്. എന്താ മോളെ, എന്താ കാര്യം? നാളെ എൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസാ. ആ ദിവസം 3 സുമംഗലികൾക്ക് സാരി കൊടുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. ഞാൻ നാളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവും. അവിടെ വെച്ചാ ഇതൊക്കെ ചെയ്യുന്നേ. എന്തിനാ മോളെ, ഇത്രയും വലിയ വീടുള്ളപ്പോ മോൾ എന്തിനാ ഇവിടുന്ന് പോകുന്നേ? മോൾ ഇവിടുത്തെ മരുമകളാ. മോൾ ഇവിടെയാ ആ ചടങ്ങ് ചെയ്യേണ്ടത്. അയ്യോ, അത് വേണ്ട. ഇവിടുത്തെ മാഡം പറഞ്ഞാല് വേണ്ട, അതൊന്നും വേണ്ട. പ്രശ്നമാവില്ലേ? ഒരു പ്രശ്നവും ആവില്ല. പത്മത്തിനെ കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ട് നീ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും അവളെ എതിർപ്പൊന്നും പറയില്ല. അതല്ല, എനിക്ക് എന്തോ ഒരു പേടി. മോൾക്കിവിടെ എവിടെയാണോ സൗകര്യം, മോളുടെ അമ്മയ്ക്ക് ആ ചടങ്ങ് ചെയ്യാൻ ആ സ്ഥലം മോൾ എടുത്തോ. അതല്ല, ചുമരിലൊക്കെ എന്തെങ്കിലും കറയായാൽ അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ ഞാൻ പുറത്ത് ആ കാർ ഇട്ട സ്ഥലത്ത് അവിടെ ചെയ്തോളാം, ഉള്ളിൽ ചെയ്യുന്നില്ല. മോളെ, മോളോടിനി ഞാൻ പറയില്ലേ. മോൾക്കിനി അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ മോളുടെ റൂമിൽ ചെയ്തോ. അയ്യോ, അത് വേണ്ട. അവിടെ സൂര്യ സാർ മദ്യപിക്കുന്ന സ്ഥലമല്ലേ. അങ്ങനത്തെ സ്ഥലത്തൊക്കെ ചെയ്യുമ്പോൾ അത് തൃപ്തിയാവില്ല. എന്നാ മോൾ ഇവിടെ ചെയ്യ. ഇവിടെ ആകുമ്പോൾ കുറച്ച് സ്ഥലമില്ലേ. ടെൻഷൻ അടിക്കണ്ട മോളെ. ഉറപ്പായിട്ടും അവളൊന്നും പറയാൻ പോകുന്നില്ല. മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. മോൾ എന്തിനാ എന്നെ സാറേന്ന് വിളിക്കുന്നത്? ഞാൻ മോളുടെ അച്ഛൻ്റെ സ്ഥാനത്തല്ലേ. മോൾ ഇവിടുത്തെ മരുമകളാ. പണ്ടാണെങ്കിൽ മോളും അച്ഛനും തോട്ടത്തിൽ ജോലി ചെയ്തിരുന്നു. അതൊക്കെ ശരിയാ. ഇന്ന് അങ്ങനെയല്ല. എൻ്റെ മകൻ്റെ ഭാര്യയാ. നീ എനിക്കിവിടെ ജോലിയും ചെയ്തു തരുന്നില്ല. നീ എന്നെ അച്ഛ എന്ന് വിളിച്ചാൽ മതി. അത് വേണ്ട. ഇപ്പോൾ ദൈവത്തിന് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുന്നു. ആ ദൈവത്തിൻ്റെ ഫോട്ടോ നമ്മളിവിടെ വീട്ടിലും വെച്ച് തൊഴുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ദൈവത്തിന് വിളിച്ച് അങ്ങനെ തന്നെയല്ലേ പ്രാർത്ഥിക്കുക? സാർ എനിക്ക് ദൈവതുല്യ. അതുകൊണ്ട് ഇനി എന്താണെങ്കിലും ഞാൻ സാറിനെ അങ്ങനെ തന്നെ വിളിക്കൂ. അച്ഛ എന്ന് ഞാൻ വിളിക്കില്ല എന്ന് നന്ദിനി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഒരുപാട് സങ്കടത്തിലാണ് അച്ഛൻ നിൽക്കുന്നത്. പിന്നീടായിട്ട് കാണിക്കുന്നത് അന്ന് രാത്രി സൂര്യൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അച്ഛൻ. അച്ഛൻ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? നീ നല്ല പൂസിലാണല്ലോ, ഇന്ന് നല്ല കുടിച്ചിട്ടുണ്ടല്ലോ. നിനക്കൊരു ദിവസമെങ്കിലും ഇത് കുടിക്കാതിരുന്നൂടെ? അയ്യോ അച്ഛാ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ലേ. ഞാനൊരു കാര്യം പറയാനായിട്ടാ നിന്റെ അടുത്തോട്ട് വന്നത്. നാളെ നന്ദിനിയുടെ അമ്മയുടെ ഓർമ്മ ദിവസാ. ഓർമ്മ ദിവസോ? ആ, മരിച്ച ദിവസം. അപ്പോൾ അതിന് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. നാളെ ആ കുട്ടി അതിവിടെ വെച്ച് ചെയ്യും. ആ സമയത്ത് നീ കള്ളും കുടിച്ച് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. നീ കള്ളു കുടിക്കാത്ത ഒരു ദിവസം ഇരിക്കണം. അയ്യോ, അതെന്തിനാ?
അവളുടെ അമ്മയുടെ ഓർമ്മ ദിവസത്തിന് ഞാൻ എന്തിനാ അച്ഛാ കുടിക്കാതിരിക്കുന്നേ? ഒരു ദിവസം കുടിക്കാതിരിക്കേ അച്ഛാ. മോർണിംഗ്, ഈവനിങ്, നൈറ്റ് ഇതൊക്കെ കഴിയണ്ടേ? എന്നെ കൊണ്ട് പറ്റില്ല അച്ഛാ. നിനക്കൊരു അര ദിവസമെങ്കിലും കുടിക്കാതിരിക്കോടാ. നീ എന്താടാ ഇങ്ങനെ? അവൾ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുമ്പോൾ നീ കുടിക്കുന്നത് ശരിയാണോ? അതുമാത്രമല്ല, പത്മത്തിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിന്റെ അമ്മ ഇതറിഞ്ഞാല് പ്രശ്നം ഉണ്ടാക്കും. എന്നാ നീ ഇങ്ങനെ ഇവിടെ നിൽക്കുവാണെങ്കിൽ നിന്റെ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. നിന്നെ പേടിച്ചെങ്കിലും ഒന്നും മിണ്ടാ നിൽക്കും. അതുകൊണ്ടാ പറയുന്നേ നീ കുടിക്കരുതെന്ന്. അങ്ങനെയാണോ? എന്നാ ശരി, അമ്മയെ തോൽപ്പിക്കാനേ എനിക്ക് കുടിക്കാതിരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ചു നേരം മാത്രം, 6 മണി വരെ നീ കുടിക്കരുത്. ശരി, 6 മണി വരെ ഞാൻ കുടിക്കില്ല. നീ വാക്ക് പാലിക്കണേ. പാലിക്കോ അച്ഛാ? എന്നാ 6 മണി കഴിഞ്ഞ് 1 മിനിറ്റ് അങ്ങോട്ട് പോയി 6:01 ആയാല് ഞാൻ ഇവിടുന്ന് പോവേ. പിന്നെ ആര് പറഞ്ഞാലും ഞാനിവിടെ നിൽക്കില്ലേ. ശരി, 6 മണി വരെ എനിക്ക് തന്ന വാക്ക് നീ പാലിക്കണം. ആ കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. ഇല്ലച്ചാ, ഞാൻ കുടിക്കില്ല, ഉറപ്പായിട്ടും. അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ നന്ദിനി എഴുന്നേറ്റ് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തിലായിരിക്കും നന്ദിനി. അമ്മയുടെ ഓർമ്മ ദിവസമാണ്. അതിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് അത് വലിയൊരു കാര്യമല്ലേ എന്ന് കരുതിയാണ് നന്ദിനി നിൽക്കുന്നത്. നന്ദിനി പറഞ്ഞ പ്രകാരം കൂട്ടുകാരി 3 സുമംഗലികളെ വിളിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. സെക്യൂരിറ്റി ചേട്ടന്റെ അടുത്ത് പറയുന്നുണ്ട്, നന്ദിനി വരാൻ പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നതെന്ന്. ഉള്ളിലോട്ട് കയറ്റി വിടുന്നു. പത്മം കാണുന്നുണ്ട്. പത്മം ചോദിക്കുന്നു, അല്ല നീ എന്താ ഇവിടെ? അത് അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? നന്ദിനി എന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞതാ. നന്ദിനിയുടെ അമ്മയുടെ ഓർമ്മ ദിവസമാണെന്ന്. ആ, എന്നാ ഉള്ളിലോട്ട് പൊക്കോ. പത്മത്തിനൊന്നും മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. മക്കളോട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അതമ്മേ, അത് എല്ലാ കാര്യങ്ങളും പത്മത്തിനോട് പറയുന്നു. പത്മത്തിനങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഈ വീട്ടിലൊരു കാര്യം ഉണ്ടായിട്ട് അത് എന്നോട് പറയാതെ എന്നുള്ള ദേഷ്യമായിരിക്കും പത്മത്തിന്. അങ്ങനെ മുകളിലായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. പൂജാ സാധനങ്ങളെല്ലാം കൊണ്ടുവയ്ക്കുന്നുണ്ട് നന്ദിനി. സൂര്യ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും, നോക്കി ചിരിച്ചുകൊണ്ട്. സഹായത്തിന് അച്ഛനും എല്ലാവരും ഉണ്ടായിരിക്കും. ചേച്ചിമാരും വന്ന് എല്ലാം സഹായിക്കുന്നുണ്ട്. അങ്ങനെ സാരി തട്ടില് വെച്ച് ഓരോരുത്തർക്കായി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് പത്മം ദേഷ്യത്തിൽ കയറി വരുന്നത്. ആ സാരിയൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നു. അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തെറിയുന്നുണ്ട്. ഇത് കണ്ട ആകെ ദേഷ്യത്തില് സൂര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? അങ്ങനെ അച്ഛനും പറയുന്നുണ്ട്, എന്താ പത്മം, നീ എന്താ കാണിക്കുന്നേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങള് എന്നോട് പറയാതെയാണോ ചെയ്യാ? ഇവളെ ആരെ ഇവിടുത്തെ? ഇവളെ ഞാനിവിടെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് നിങ്ങൾ ഇവൾക്ക് ഇവിടെ ഇടം കൊടുത്തിരിക്കുക. നിങ്ങളാ എല്ലാറ്റിനും കാരണം. നിങ്ങൾ മാത്രമല്ല, ഇതാ ഇവനാ എല്ലാറ്റിനും കാരണം. ഇവനാ ഇവൾക്കിങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത്. ഇവളെ ഞാനിവിടെ അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് അറിഞ്ഞിട്ടും എന്തിനാടാ നീ ഇവളിവിടെ നിർത്തിയിരിക്കുന്നേ? ഇറക്കി വിട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവളെന്റെ ഭാര്യയാ. എന്റെ ഭാര്യ ഞാൻ എവിടെയാണോ അവിടെയാ നിൽക്കേണ്ടേ. അല്ലാതെ നിങ്ങൾ പറയുമ്പോ ഇറക്കി വിടാനും നിങ്ങൾ ആരുടെയെങ്കിലും കഴുത്തില് താലി കെട്ടാൻ പറയുമ്പോ കെട്ടാനൊന്നും എന്നെ കിട്ടില്ല. ഇവളാ ഇനി അന്നും ഇന്നും എന്റെ ഭാര്യ. അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കാം, എനിക്കൊരു നിർബന്ധമില്ല എന്ന് സൂര്യ പറയുന്നു. ആകെ സങ്കടത്തിലാണ് നന്ദിനി നിൽക്കുന്നത്. ആ ചടങ്ങ് വീണ്ടും അവിടെ വെച്ച് നടത്താൻ തീരുമാനിക്കുക. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.